എൻ്റെ പേര് വിൻസെൻ്റ്. ചാലക്കുടി. എനിക്ക് 25 വയസ്സ് തുടങ്ങി. സൂര്യാസ്തമായിരുന്നു. പക്ഷേ മുടി വെട്ടാൻ പോയപ്പോൾ തലയിൽ കണ്ട താരനെന്ന് പറഞ്ഞു. താരനെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണ പറ്റണ്ട, വെളിച്ചെണ്ണ പറ്റിയാൽ മതി പറഞ്ഞു. അങ്ങനെ വെളിച്ചെണ്ണ പറ്റിക്കൊണ്ട് നടന്നു. തലേന്ന് ആ താരൻ ഇറങ്ങി ചെവിടെ ഇവിടെയൊക്കെ വന്നു തുടങ്ങി. പിന്നീട് അത് പറഞ്ഞു സൂര്യാസ്തമാണെന്ന് പറഞ്ഞു. സൂര്യാസ്തം മരുന്ന് കഴിച്ചു. പോരാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് മാറുണ്ടായി. പിന്നെ ഞാൻ ഒരു 6 മാസം മുമ്പ് ഇറ്റലിയിലായിരുന്നു. ഈ അസുഖം കാരണം അവിടുത്തെ ബോധു ഇവിടെ വന്ന് ഇവിടുത്തെ അത്ഭുതന്മാരെ കൂടി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പോയി ഓയിലൊക്കെ മേടിച്ചിടുന്ന് ഇത് മാറി. അന്ന് ഒരു നൈറ്റ് കിടന്ന് എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പൊടിയാണിത്. ഇത്രമാത്രം പൊടി വന്നിരുന്നു ശരീരത്തിൽ. അതെ. അപ്പോൾ ഈ സൂര്യാസ്ത ശരീരം മൊത്തം വ്യാപിച്ചിരുന്നോ? എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. അപ്പോൾ ചൊറിച്ചിലും വരും? ചൊറിച്ചിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ വെളിച്ചെണ്ണ പറ്റിക്കൊണ്ടാണ് നടന്നായിരുന്നത്. വെളിച്ചെണ്ണ പറ്റി നടന്നിരുന്നത്. അപ്പോൾ ചേട്ടൻ ഇവിടെ വന്നിട്ട് എന്തൊട്ട് ചെയ്തു വിടുന്ന ഒലിവ് ഓയിൽ? ഞാൻ ഒലിവ് ഓയിൽ പറ്റി അത്ഭുതമാല കണ്ടു. അപ്പോൾ ഒരു ഒലിവ് ഓയിൽ പറ്റി കഴിഞ്ഞാൽ കിടക്കയിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ടേ കിടക്കുള്ളൂ. പ്ലാസ്റ്റിക്കിലെ കിടന്ന് ഒരു മാസം കഷ്ടി പറ്റിയുള്ളൂ. അപ്പോഴേക്ക് ഏറെക്കുറൊക്കെ മാറി. പക്ഷെ സാക്ഷ്യം പറയാൻ ഞാൻ വന്നില്ല. പിന്നെ പറഞ്ഞത് ഇന്നാണ് 7 മാസം മുമ്പേ അവിടെ പറഞ്ഞത്. ഇപ്പൊ സൗഖ്യം കിട്ടിയിട്ട് എത്ര നാളായി? സൗഖ്യം കിട്ടിയിട്ട് 7 മാസമായി. നല്ലൊരു കൈയ്യടി കൊടുത്തേ കണ്ടോ. സൗഖ്യം കിട്ടിയിട്ട് 7 മാസമായി. ഇപ്പൊ ആ പൊടി വരലും ഇല്ല, ഒന്നുമില്ല. ഇവിടെ വന്ന് ഇപ്പം ഇന്ന് കൗൺസിലിംഗ് പോയി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു സാക്ഷ്യം പറഞ്ഞോന്ന് വെച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. വീണ്ടും എനിക്ക് കുറേശ്ശെ ഇവിടെ കണ്ടോ. 7 മാസമായി സൂര്യാസ്ത സൗഖ്യം കിട്ടിയിട്ട് അത് സാക്ഷ്യം പറയാതിരുന്നപ്പോൾ ഇത് വീണ്ടും വരാൻ തുടങ്ങി. അത് എവിടെ മനസ്സിലായി? ഇന്നിപ്പോൾ കൗൺസിലിംഗ് ചെന്നപ്പോൾ ആ സഹോദരി ചോദിച്ചു, ഇത് സാക്ഷ്യം പറഞ്ഞോ? സാക്ഷ്യം പറഞ്ഞില്ല. സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ആ ചേച്ചി. അപ്പോൾ ഇത് തുടങ്ങി. ആ വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. വീണ്ടും ഇവിടെ തന്നെ തിരിച്ച് സ്റ്റാർട്ടിങ് ആരംഭിച്ചു. കണ്ടോ. ഇനി വരില്ല കേട്ടോ. എത്ര പ്രാവശ്യമാണ് ഏകദിനത്തിന് വന്നത്? ഒരു പ്രാവശ്യം. ഞാൻ ഒറ്റ പ്രാവശ്യം വന്നുള്ളൂ. അച്ഛനെ വന്ന് കണ്ടിരുന്നോ? അച്ഛനെ ഇവിടെ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോട്ടെ. അങ്ങനെ പോയതാണ്. വലിയ സൗഖ്യമാണ് കേട്ടോ. പ്രൈസ്.